ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. സോ ഇവർ വെറുതെ ഇവനിങ്ങനെ എൻ്റെ തോട്ടത്തായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവർ വെച്ച് ഞാൻ വീഡിയോ എടുക്കുന്നു. ഭയങ്കര ഡീസൻറ്റ് ചെക്കനാന്നൊക്കെ നിങ്ങൾ വിചാരിക്കും കേട്ടോ. അല്ല, വെറുതെ നിങ്ങളുടെ മുമ്പിൽ ഭയങ്കര അങ്ങനെ നിൽക്കുന്നതാണ്. ഓക്കെ. സോ എനിവേ, വെൽക്കം ടു ജോവേന ബ്ലോഗ്. ആക്ച്വലി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പെരുന്നാൾ ഡേ 3 ആണെന്ന്, മൺഡേ ആണെന്ന്. നാളെ നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവായി. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് 3ാമത്തെ ദിവസം ചെയ്യാമെന്ന്. പക്ഷെ ഡേ ഇൻ മൈ ലൈഫൊക്കെ കാലത്ത് ഞാൻ എനിക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ തുടങ്ങി ഒരു ഉച്ച ലഞ്ച് വരെ ഞാൻ എടുത്തു കേട്ടോ പ്രോപ്പറായിട്ട്. പക്ഷെ എന്നാലും വളരെ കുറച്ച് ക്ലിപ്സ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കുറച്ച് എടുത്തുള്ളൂ, എന്താണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ സാധാരണ ഞാൻ കുറേ എടുത്തു കൂട്ടുന്നതാണ്. പക്ഷെ ഇന്ന് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൂടാതെ പിന്നെ ലഞ്ച് കഴിഞ്ഞപ്പോൾ ആകെ മടി പിടിച്ച് ഞാൻ എടുത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈവനിങ് ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. ഡേ ഇൻ മൈ ലൈഫ് പോലെ തന്നെ, പക്ഷെ ഉച്ച മാത്രം, രാത്രിയും കൂടി ഞാൻ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ബിക്കോസ് അതാണ് അത്ര കാര്യം എന്ന് പറയാൻ അത് മാത്രമേ ഉള്ളൂ. കാരണം രാത്രിയൊന്നും പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അവൻ പറഞ്ഞൊന്നും മനസ്സിലായല്ലോ അല്ലേ? സോ എന്തായാലും ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദിസ് വീഡിയോ. ഇപ്പോൾ 5:55 ഞാൻ ഇവനെ ഒന്ന് താഴെ നിർത്തിയിട്ട് അന്നക്കുട്ടി ഉണ്ട് കേട്ടോ അവിടെ, വിടരാ. അവളവിടെ അടിച്ചു വരികയാണ്. ഓക്കെ. സോ എന്തായാലും ഞാൻ അവളെ അടിച്ചു വരാനൊന്ന് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഈ സാധനം ഒന്ന് താഴെ ഇറക്കണം. ഇവനെ ഇറങ്ങി. ഞാൻ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം അടിച്ചു വാരി തീർത്തു. അന്നക്കുട്ടിയും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പോഴേക്കും ജോസ് വന്ന് ഫോൺ തട്ടിയിട്ടു. പിന്നെ അതിനുശേഷം അവനാണ് ചൂലെടുത്ത് ഓരോന്ന് ചെയ്തു തുടങ്ങിയത്. പക്ഷെ അവനത്ര അടിച്ചു വാരൊന്നും ഉണ്ടായിരുന്നില്ല. അടിച്ചു വാരാൻ പോലെ അഭിനയിച്ച് കൈകൊണ്ട് പറക്കി കളയലായിരുന്നു പണി. പക്ഷെ അങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ടല്ലോ. സാഹസകമായ അടിച്ചുവാരൽ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോഴേക്കും ഇവൻ വന്ന് ക്യാമറ താഴ്കിട്ടു. പിന്നെ ഞാനത് ശരിയാക്കിയപ്പോൾ പിന്നെ എടുത്തില്ല. കാരണം എന്താ, ഈ സാധനം വന്ന് ക്യാമറ താഴെയിടും. പിന്നെ നമ്മൾ ക്യാമറ വെച്ചിട്ട് കാര്യമില്ല അല്ലേ? ഓക്കെ. സോ എന്തായാലും ഇനി നമ്മൾ വെറുതെ കുറച്ച് നേരം പുറത്ത് നിൽക്കുവാണ്. ഈ ഒരു ഭംഗി ആസ്വദിച്ച് കുറച്ച് നേരം ഇവിടെ നിൽക്കുവാണ്. കാരണം നമ്മൾ നാളെ തിരിച്ച് ബാംഗ്ലൂർ പോവാണ്. സോ ആണല്ലേ, ഫുൾ ഗ്രീനറി ഒക്കെ നമ്മൾ ആസ്വദിച്ച് നിൽക്കുന്നു. അന്നംകുട്ടി കുളിക്കാൻ പോയി. ഓക്കെ. ഇവൻ വെറുതെ സ്നേഹപ്രഹലനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഓടിപ്പോയി. സർബത്തിൻ്റെ വീഡിയോ എടുത്തപ്പോൾ ഇവിടെ നിന്നാണ് പുളിയൊക്കെ പറഞ്ഞത്. ഇപ്പോഴും പുളിയൊക്കെ കാണണം. ഓക്കെ. ബിക്കോസ് പുളി ഉണ്ട്, പക്ഷെ എവിടെയാണെന്ന് മാത്രം സംശയമായി. അതാ അവിടെയൊക്കെ ഉണ്ട്, നോക്ക്, അവിടെ ഉണ്ട്. ഓക്കെ. പുളി കുറച്ച് അധികം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അനിയത്തി എന്തോ ഇഷ്ടമാണ് കേട്ടോ. പകുതി വെച്ചിട്ട് പിന്നെ തുപ്പി കളയും. അങ്ങനത്തെ ടൈപ്പ് ഇഷ്ടമാണ്. എന്തായാലും ഞാൻ ഈ ഒരു പറമ്പ് ഭാഗം നിങ്ങളങ്ങനെ കാണിച്ചിട്ടില്ല. സോ ജസ്റ്റ് ചുമ്മാ ഒന്ന് ബ്രീഫായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ബോറടിക്കും. അപ്പം ഇത് ഇടിയൻ ചക്കയാട്ടോ. ഇത് ഇടിയൻ ചക്ക. ആക്ച്വലി കുറച്ച് മൂത്തിട്ടുള്ള വലിയ ചക്കകൾ അവിടെയൊക്കെ ഉണ്ട്. അതിനേക്കാളും വലുത് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ. പക്ഷെ അത് പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ. അത്ര മുകളിലുള്ള ചക്ക എങ്ങനെ പറിക്കും? 3 വലിയ ചക്ക, അവിടെ 2 വലിയ ചക്ക, അവിടെ ഒരു വലിയ ചക്ക, ബാക്കിയുള്ളതൊക്കെ താഴെയുള്ളതൊക്കെ കുട്ടി ചക്കകളാകെ. അപ്പം അത് എന്തായാലും മുകളിലൊന്നും മൂത്തിട്ടില്ല. അത് മൂത്ത് കഴിയുമ്പോഴേക്കും കുറച്ച് നാളാവും. അത് വേറെ കഥ. പക്ഷെ എന്നാലും പറിക്കാൻ എളുപ്പം ഇല്ലല്ലോ. അതെന്തായാലും മൂത്ത് കഴിഞ്ഞാൽ അത് താഴെ വീഴും. ഓക്കെ. സോ ഇവിടെയുള്ള ജസ്റ്റ് ഇങ്ങനെ ഇത് ഒരു ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ ചക്ക ഉണ്ട്. പിന്നെ അവിടെ പുളി, അവിടെ കുരുമുളകുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ വാഴ കുറേ ഉണ്ട്. പിന്നെ ഇത് ലൂവയ്ക്ക മരമാണ് ലൂവയ്ക്കാണ്. പക്ഷേ ഇത് തന്നെയാണോ ലൂവയ്ക്കാന്ന് ഇപ്പം എനിക്ക് പെട്ടെന്നൊരു സംശയം വന്നു. കാരണം ഇന്നലെ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ലൂവയ്ക്കൊക്കെ പറിച്ചതാ. അത് ഇതാണോ അതാണോ ഏതാ വരം എന്നൊരു സംശയമാണ്. പക്ഷെ ലൂവയ്ക്കുള്ളതെന്ന് എനിക്കറിയാം. അതൊരു സാന്ത്വനമായി. പിന്നെ ഇവിടെ വേറെ എന്താ ഉള്ളത്? അവിടെ കാണിച്ചാൽ. ഓക്കെ. ഇതിവിടെ പിന്നെ സപ്പോട്ട ഉണ്ട്, പക്ഷെ ഒന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് ചാമ്പയ്ക്ക കിട്ടുന്നതാണ് ചാമ്പയ്ക്ക, പക്ഷേ സീസൺ ഒന്നും ആയിട്ടില്ല. കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനേക്കാളും ഇരട്ടിയാണ് തൃശ്ശൂർ അമ്മയുടെ വീട്ടിൽ. പക്ഷെ ഇവിടെയും കുറേ അതുണ്ട്. പക്ഷെ സീസൺ ആകുമ്പോൾ നമുക്ക് സ്കൂളായിരിക്കും. പക്ഷെ വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഈ ഒരു ബബ്ലൂസ് നാരങ്ങയുടെ മരം ഞങ്ങളുടെ അല്ല, അത് ഇവിടെയാണ് നമ്മുടെ കോമ്പൗണ്ട്. പക്ഷെ ആ ഒരു സ്ഥലം ആരോടില്ല. പക്ഷേ ഈ ഒരു മരം അവിടെ കുറേ നല്ല ബബ്ലൂസ് നാരങ്ങയുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് പറിച്ചിരുന്നു. അത് കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് പറിച്ചിരുന്നു. പക്ഷേ എന്താ പറയുന്നു, കുറേയൊക്കെ അവിടെ എവിടെയോ കിടക്കുന്നുണ്ട്, താഴെ വീണു. സോ അതൊരു പ്രശ്നമായി.
പക്ഷേ 2 നമ്മൾ പറിച്ചു, ഇതുവരെ തിന്നിട്ടില്ല. കുറച്ച് തിന്നു ആക്ച്വലി. മധുരമൊക്കെ ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ വർഷവും പറിക്കുന്നതാണ്. ചിലപ്പോൾ കൂടുതൽ പറിക്കും, അറിയില്ല. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാണ്. ഈ ഐഫോണിൻ്റെ ക്ലാരിറ്റി മറ്റേ പൊക്കി പറയണമെന്നല്ല, പക്ഷെ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത്ര ക്ലാരിറ്റി. എന്തായാലും ഒരു 6 മണി 6:10 ഇനി ഞാൻ പോയി കുളിച്ച് ബാക്കി പണികളൊക്കെ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ കുറുമ്പൻ അനിയനെ വീണ്ടും കാണണമെന്ന് ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. ജോസു, നീ എന്താ കഴിക്കണേ? മുട്ട. ഓക്കെ. കുറുമ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട്, മുട്ട വായിൽ കൊടുത്ത് അത് വരെ തുപ്പി കളഞ്ഞു. ഇത്ര കുറുമ്പുള്ള ആളെ നിങ്ങൾ ഇനി പാവം ദയവ് ചെയ്ത് വിളിക്കരുത് കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഹായ്. ആക്ച്വലി ഒരു സാധനം കൂടി കാണിച്ചു തരാം. ഇതെന്താ സംഭവം എന്നൊന്നും എനിക്ക് അറിഞ്ഞോളാം, പക്ഷെ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നു. ഇത് വാഴ മധുരമല്ല, പിന്നെ എന്തൊരു റെഡ് സാധനം. ഈ ഒരു സാധനം തൈലൻഡിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്ക് ഈ സാധനം ഓക്കെ. ഇത് വേറെ ഇങ്ങനെ ഒരു വഴിയുണ്ട് കേട്ടോ ബാക്കിൽ. ഓക്കെ ബൈ. സോ ഇപ്പോൾ സമയം 7:15 കഴിഞ്ഞു. എല്ലാവരും റെഡിയായി. നമ്മൾ പള്ളിയിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഡിജിറ്റൽ വെടിക്കെട്ട് എന്തോ 9 മണിക്കുണ്ട് കേട്ടോ. സോ അതിന് മുമ്പ് ഉള്ള പള്ളിയിൽ പോയിട്ട് വെറുതെ കുറച്ച് നേരം ഇരിക്കുക എന്നതാണ് മെയിൻ എയിം. എല്ലാ സ്ഥലങ്ങളിലും പെരുന്നാളിലും കൂടുതലും പള്ളികളിലൊക്കെയാണ് ഭയങ്കര ഡെക്കറേഷൻ. പക്ഷേ ഇവിടെ ഇരുന്നാലും പള്ളി എന്ന് പറയുമ്പോൾ പള്ളിയെക്കാളും കൂടുതൽ ഈ റോഡുകളിലാണെങ്കിൽ ഓരോ ലൈറ്റുകളും ഓരോ ഡെക്കറേഷൻസും ഒക്കെ കാണാം. അപ്പം അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി. നമുക്ക് ശരിയായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഡിജിറ്റൽ ഫയർ വർക്ക്സ് കാണാനാണ് വന്നത്. അപ്പോൾ അത് എവിടെയാണെന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പള്ളി ഫുള്ള് ചുറ്റി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, എവിടെയായിരിക്കും ഡിജിറ്റൽ ഫയർ വർക്ക് എന്ന് പറഞ്ഞ സാധനം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ടോയ്സൊക്കെ കണ്ടു. ഒന്നും മേടിച്ചില്ല ഈ പ്രാവശ്യം. പക്ഷേ അനുമതിക്ക് 2-3 കമ്മലും കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ പോണ വഴി തന്നെ നമ്മൾ കുറച്ച് ഇങ്ങനെ റിലേറ്റീവ്സിനൊക്കെ കണ്ടു. കാരണം അവർ ഇരിഞ്ഞാലക്കുട തന്നെയാണ്. അപ്പോൾ അവരായിട്ടൊക്കെ സംസാരിച്ച് കുറച്ച് കപ്പലണ്ടൊക്കെ കഴിച്ചിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഈ ഡിജിറ്റൽ ഫയർ വർക്ക് തുടങ്ങി ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ നോക്കുവാണെങ്കിൽ. അപ്പോൾ ആ 10 മിനിറ്റിനുള്ളിൽ നമ്മൾ എവിടെയാണ് ഈ ഡിജിറ്റൽ ഫയർ വർക്ക് കാണാൻ പറ്റുക എന്നുള്ളതുകൊണ്ടും ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് നിൽക്കാൻ. കാരണം ഒരു ഉറപ്പില്ല. അതുകൊണ്ട് നമ്മൾ പള്ളിയുടെ അവിടേക്ക് നടക്കുന്നു. ഇനി അവിടെ നമ്മൾ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് ആ നേർച്ചയുടെ സ്ഥലം. രാത്രി വന്നപ്പോൾ നല്ല തിരക്കായി. പക്ഷെ അപ്പാപ്പനെ നേർച്ച എടുക്കണമായിരുന്നു. അതുകൊണ്ട് അപ്പാപ്പൻ നേർച്ച എടുക്കാൻ പോകുമായിരുന്നു. അപ്പം നമ്മളിവിടെ നിന്ന് ഡിജിറ്റൽ ഫയർ വർക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. സോ ഡിജിറ്റൽ ഫയർ വർക്ക് എന്ന് പറയുമ്പം നമ്മുടെ സ്മോക്ക് ഇല്ലാത്തൊരു ഫയർ വർക്ക്. അപ്പോൾ എന്തായാലും അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആകാംക്ഷയോടെ ഇങ്ങനെ നിൽക്കുവാണ്. ഇനി ഒരു 3-4 മിനിറ്റ് കൊണ്ടേ ഉള്ളൂ ഈ ഒരു ഡിജിറ്റൽ ഫയർ വർക്ക് തുടങ്ങാൻ. എന്തായാലും തുടങ്ങുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ. കാണാനല്ലേ ശേഷമാണ് അപ്പാപ്പൻ നേർച്ചെടുക്കാൻ പോയത്. കാരണം നല്ല തിരക്കായിരുന്നു. അപ്പാപ്പനെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അപ്പാപ്പൻ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ആൾ ഭയങ്കര ഗൗരവമായിട്ടായിരുന്നു മുഖം പിടിച്ചിരുന്നു. എന്തായാലും ഒരു ഫുള്ള് വ്യൂ നിങ്ങൾക്ക് കാണാനും നേർച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ അവിടെ ആ സൺഫ്ലവറിൻ്റെ ബലൂൺ വെച്ച് നിൽക്കേണ്ടത് അനീതിയായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഈ ഒരു വീട് കാണുന്നത് ഇന്നസെൻ്റെ വീടായിരുന്നു. ഈ വീടല്ല, മുമ്പത്തെ വീട്. സോ ഞാൻ കുറച്ച് സെലിബ്രിറ്റീസിൻ്റെ വീട് പോണ വഴി തന്നെ ഉണ്ട്. അതുകൊണ്ട് കാണിച്ചു തരാൻ ഞാൻ വിചാരിക്കുന്നു. കാരണം ടോവിനോ, ഇന്നസെൻ്റ്, ഇടവേള ബാബു അങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ വീടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതായിരുന്നു ഇന്നസെൻ്റെ വീട്. കുറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ട് അവിടെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ കുറേ ആൾക്കാർ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ കമ്പത്തിലൊക്കെ കത്തിച്ച് ലൈറ്റിലൊക്കെ വീട്ടിലൊക്കെ ലൈറ്റൊക്കെ ആയിട്ട് പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണാൻ പറ്റിയിരുന്നു. സോ ഇത് നല്ല മെയിൻ വീട്. അടുത്ത് നമ്മൾ കണ്ടത് ഇടവേള ബാബയുടെ വീടാണ്. പക്ഷെ അത് കുറച്ച് ദൂരെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. കാരണം പല ആൾക്കാരും വേറെ സ്ഥലങ്ങളിൽ നിന്ന് ഇവരുടെ വീടുകൾ കാണാൻ വേണ്ടി മാത്രമായിട്ട് വരും. അപ്പം ഞാനിവിടെ കാണിച്ചു തരാമല്ലോ. പിന്നെ ഇതാണ് ഇടവേള ബാബുയുടെ വീട്. അവർക്ക് സത്യം പറഞ്ഞാൽ പിണ്ടി കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. അപ്പോൾ ഇതാണ് വീട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചേട്ടനെ കണ്ടു. അവിടെ പോയി കണ്ടതെന്നല്ല, പക്ഷേ ഇവിടെ ഈ പിണ്ടിക്കാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. ഇപ്പം നിങ്ങൾ ചോദിച്ചാൽ എവിടെ ഇടവേള ബാബു? ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് ചേട്ടനും. ഡിന്നർ ഒക്കെ തീർത്തതേ ഉള്ളൂ. 11:30 ഓക്കെ. നമ്മൾക്ക് നാളെ എന്താ പറയുക, ബാംഗ്ലൂർക്ക് പോകണത്. പക്ഷെ അതൊന്നും ഒരു ചിന്തയില്ല. സോ കാമ്പത്തിരി കത്തിക്കുക, കുറച്ച് മൂളി, ഇത്രേ ഉള്ളൂ ഇത് പരിപാടി. 11:30 യാ
കാണുന്നത്. ഇവരുടെ കമ്പത്തിൽ വെച്ചിട്ട് ഞാൻ ഡാൻസ് കളിച്ച് പോകുന്നു. അവനെ പിടിപ്പിച്ചു തോണി. കണ്ടു കേടോ മുത്തയോ